UDF സർക്കാരിനെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ തീരുമാനപ്രകാരം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ UDF സർക്കാർ നടപ്പിലാക്കാൻ ആരംഭിച്ചിരിക്കുന്ന 5 ഗ്യാരണ്ടികളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത് ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ പോലും അതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും കുറഞ്ഞ യാത്ര ചെയ്യുന്നവർക്കും ഒരു 1500-ഉം, പല ആളുകളുടെയും അഭിപ്രായം കേട്ടപ്പോൾ മനസ്സിലായത് 3500 രൂപ വരെയും ലാഭം ലഭിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് നീക്കിയിരിപ്പ് വരുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളിൽ ഇത്തരം പൈസ സമ്പാദ്യം അവരുടെ കൈകളിൽ വരുമ്പോൾ സ്വാഭാവികമായതും അത് കേരളത്തിലെ സാധാരണ കടകളിലേക്കും വ്യാപാരികളിലേക്കും അത് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. നമ്മുടെ നാട്ടിൽ തന്നെ ആ പൈസ വിനിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്രയും വലിയ ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതിയാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും UDF സർക്കാർ നടപ്പിലാക്കിയ ഈ പദ്ധതി കൂടുതൽ ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി KSRTCയെയും അതിലെ ജീവനക്കാരെയും അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാനും, KSRTCക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലകത്തേക്ക് കടന്നു വരുവാനും അതിന് ലാഭമുണ്ടാക്കുവാനും അതിൻ്റെ മന്ത്രി CP ജോണിനും കഴിയട്ടെ. എന്തായാലും ഈ പദ്ധതി ഭരണത്തിലേറി ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രാവർത്തികമാക്കാൻ മുൻകൈയെടുത്ത UDF സർക്കാരിനും VD സതീശനും, പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രി CP ജോണിനും, UDFൻ്റെ ഭരണസമിതിക്കുള്ള എല്ലാ മന്ത്രിമാർക്കും ഗവൺമെൻറ്റിനും പ്രത്യേകമായ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.